നിങ്ങൾക്ക് കൺവേർട്ട് ആവേണ്ട ഓരോ ലീഡ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ബിസിനസ് വളരാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ലേ, ആ വെബ്സൈറ്റ് നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തുന്ന സമയത്ത് ഒരു 3 സെക്കൻഡ് കൊണ്ട് തന്നെ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൗൺസ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോഡിംഗ് സ്ക്രീൻ കണ്ടുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ആർക്കും അത്ര താല്പര്യമുള്ള കേസല്ല. നമ്മുടെ വെബ്സൈറ്റിന്റെ പേജ് സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെ വെൽ കംപ്രസ്ഡ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് പ്രോപ്പർ ക്യാഷിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് ചൂസ് ചെയ്യുന്ന ഹോസ്റ്റിംഗ് പ്ലാൻ അത് നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമായുള്ള ഹോസ്റ്റിംഗ് പ്ലാൻ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. സോ ഇനി നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജ് സ്പീഡ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? അതിനായിട്ട് പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ടൂളുണ്ട്, GT മെട്രിക്സ് എന്ന് പറയുന്ന ടൂളുണ്ട്. ഈ ടൂൾസിലെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷനിലും മൊബൈൽ വേർഷനിലും നമുക്ക് എങ്ങനെയാണ് എത്രത്തോളം പേജ് സ്പീഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. നമ്മുടെ വെബ്സൈറ്റിൽ ബൗൺസ് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ എന്തായാലും പേജ് സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്തേ പറ്റൂ. ഇനി പേജ് സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് മാത്രം കാര്യമുണ്ടോ? അടുത്ത വീഡിയോയിൽ കാണാം.